ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിലാണ് ഇ ഡി കുറ്റപത്രം നൽകിയിരിക്കുന്നത്. 16 പ്രതികൾക്കെതിരാണ് കുറ്റപത്രം. കേസിൽ 6 പേർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. വിവരങ്ങൾ നൽകാനായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്താണ്? കൂടുതൽ വിശദാംശങ്ങൾ. 6 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 16 പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. വളരെ സുപ്രധാനമായിട്ടൊരു കേസായിരുന്നു ഇത്. പലരെയും ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പണം കൈക്കലാക്കുന്ന ഒരു തട്ടിപ്പാണ് നടന്നിരുന്നത്. അങ്ങനെ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചൂഷണം ചെയ്ത് തട്ടിയെടുക്കുന്ന പണം മുംബൈയിലെ നിയോം എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലേക്കാണ് പോയിരുന്നത്. അവിടെ നിന്ന് സിംഗപ്പൂരിലെ ഷെൽ കമ്പനികളിലേക്ക് മാറ്റുകയായിരുന്നു രീതി. ഈ കേസിൽ നേരത്തെ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ, അലൻ സാമുവൽ എന്ന 4 തമിഴ്നാട് സ്വദേശികളും നിതിൻ വർഗീസ്, സയ്യിദ് മുഹമ്മദ് എന്ന മലയാളികളും അറസ്റ്റിലായിരുന്നു. അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും. അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെന്ന് പറയുന്നത് മുംബൈ സ്വദേശി അമർ ഖുല്ലാർ, അതോടൊപ്പം തന്നെ തമിഴ്നാട് സ്വദേശി വിഘ്നേഷ്, കൂടാതെ ഇവരുടെ കമ്പനികൾ ഉൾപ്പെടെ അങ്ങനെയാണ് 16 പേരെ ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ട്. മുസ്തഫ കമൽ, സിംഗപ്പൂർ സ്വദേശി മുസ്തഫ കമൽ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പിടിയിലാകാനുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ളൊരു തട്ടിപ്പായിരുന്നു നടന്നിരുന്നത്. അതിൽ പലരും ആത്മഹത്യ ചെയ്യുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നത്. തുടർന്നാണ് അറസ്റ്റുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇനിയും ഈ കുറ്റപത്രം ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചെങ്കിലും ഇനിയും ഇതിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അഡീഷണൽ കുറ്റപത്രം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി തന്നെ ഒരുപക്ഷെ വരികയും ചെയ്യും. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കേസാണിത്. അങ്ങനെ നിരവധി പേരെ വഞ്ചിച്ചുകൊണ്ട് ഈ ചൈനീസ് ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ഇവരുടെ വിവരങ്ങളൊക്കെ തന്നെ അവർക്ക് കിട്ടുകയും അതിൻ്റെ ഭാഗമായി തന്നെ കാര്യങ്ങൾ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മലയാളികളെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ അക്കൗണ്ടുകൾ തരപ്പെടുത്തി കൊടുത്തു. ഏകദേശം 478 അക്കൗണ്ടുകളാണ് ഇവർക്കായി സമർപ്പിച്ച് അല്ലെങ്കിൽ ഇവർക്കായി തയ്യാറാക്കി കൊടുത്തത്. അതിലേക്ക് 711 കോടി രൂപയും വന്നിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്.